നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ചെറിയ വീഡിയോ ക്ലാസ് ആണ്. ഉത്തരം 1 ചോദ്യം പലത്. കേരള PSCയുടെ പരീക്ഷകളിലൊക്കെ മുൻകാല ചോദ്യപേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എന്ന് പറയുന്ന ഒന്നാണ്. അത്തരത്തിൽ നമ്മൾ പല ഉത്തരങ്ങൾ നമ്മൾ പരിചയപ്പെടും. ആ പല ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളും ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു റിവിഷൻ എന്ന രീതിയിൽ എടുക്കുക. അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. നമ്മളിവിടെ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്കറിയാവുന്ന വ്യക്തിയാണ് അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ് എന്ന ഉത്തരം കിട്ടുന്ന ധാരാളം ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അത്തരത്തിൽ എന്തെല്ലാം ചോദ്യങ്ങളാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ആരെന്ന് ചോദിക്കാറുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് അബ്ദുൽ കലാം ആസാദാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചിട്ട് ഉത്തരമായിട്ട് വരേണ്ടത് അബ്ദുൽ കലാം ആസാദാണ്. ഇപ്പം നമ്മുടെ ഉത്തരം അബ്ദുൽ കലാം ആസാദ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മളൊരു ചോദ്യം നമ്മൾ പരിചയപ്പെട്ടു. ഇനി PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്നൊരു ചോദ്യം ചോദിക്കാം. 1942 കാലഘട്ടങ്ങളിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ആ ഒരു സമയത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചുള്ള ഉത്തരമായിട്ട് വരേണ്ടത് അബ്ദുൽ കലാം ആസാദാണ്. 1940 മുതൽ 46 വരെയുള്ള കാലഘട്ടത്തിലാണ് അബ്ദുൽ കലാം ആസാദ് തുടർച്ചയായിട്ട് INCയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്. ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് 1942 ആ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? അബ്ദുൽ കലാം ആസാദ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ഇതാണ്: ആരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ആത്മകഥ രചിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അബ്ദുൽ കലാം ആസാദ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ കുറിച്ചിരിക്കണം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതാണ് അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതാണ് അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ. അപ്പോൾ അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം. മൂന്നാമത്തെ ചോദ്യമായി പരിചയപ്പെട്ടത് ആരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ആത്മകഥ രചിച്ചത്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ആരെന്ന് ചോദിച്ചാൽ അബ്ദുൽ കലാം ആസാദാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അബ്ദുൽ കലാം ആസാദാണ്. ആരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ആത്മകഥ രചിച്ചതെന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? അബ്ദുൽ കലാം ആസാദാണ്. ഇനി നാലാമതായിട്ട് എപ്പോഴും PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെട്ടു പോകാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അബ്ദുൽ കലാം ആസാദാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അബ്ദുൽ കലാം ആസാദ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം എന്താണ്? അബ്ദുൽ കലാം ആസാദാണ്. നമുക്കറിയാം 1888 നവംബർ 11 അബ്ദുൽ കലാം ആസാദ് ജനിക്കുന്നത്. ഇവിടെയും ഒരു ചോദ്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. 5ാമത്തെ ചോദ്യമായിട്ട് നമുക്കെടുക്കാം. അതായത് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. 1888 നവംബർ 11 അബ്ദുൽ കലാം ആസാദ് ജനിക്കുന്നത്. ഈ നവംബർ 11 എന്നാണ് ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ചോദ്യങ്ങൾ: അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11, അന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. നവംബർ 11. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് വെച്ചാൽ അബ്ദുൽ കലാം ആസാദിൻ്റെത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അബ്ദുൽ കലാം ആസാദ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി
മക്കയിൽ ജനിച്ച സ്വതന്ത്ര സമര സേനാനി ആര് എന്നൊരു ചോദ്യവും ചോദിക്കാറുണ്ട്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്നതാണ് നമ്മൾ പരിചയപ്പെടുന്ന 6ാമത്തെ ചോദ്യം. ഇപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത് എന്താണ്? മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഉത്തരമായിട്ട് വരേണ്ടതും അബുൽ കലാം ആസാദാണ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ അബുൽ കലാം ആസാദ്. ജന്മതീയതിയാണ് 1888 നവംബർ 11. ഇനി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷൻ ആരെന്നൊരു ചോദ്യം ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടതും അബുൽ കലാം ആസാദാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അബുൽ കലാം ആസാദാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് അൽ ഹിലാൽ, അൽ ബലാഗ് എന്ന പേരിലൊക്കെ പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നൊരു ചോദ്യമാണ് 8ാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അബുൽ കലാം ആസാദ് ആരംഭിച്ച പത്രങ്ങളാണേത്? അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം അദ്ദേഹം ആരംഭിച്ചതാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് അൽ ബലാഗ് എന്ന് പറയുന്ന പത്രം. അൽ ബലാഗ് അതുപോലെ തന്നെ അൽ ഹിലാൽ, ഈ 2 പത്രങ്ങളും ആരംഭിച്ചത് അബുൽ കലാം ആസാദാണ്. ഇവിടെ അൽ ഹിലാൽ എന്ന് പറയുന്നത് ഒരു ഉറുദു പത്രമാണ്. അതേപോലെ തന്നെ അൽ ബലാഗ് എന്ന പേരിൽ പത്രം ആരംഭിച്ചത് ആര് തന്നെയാണ്? അബുൽ കലാം ആസാദാണ്. ഇത് എപ്പോഴും PSCയിൽ ചോദിക്കാറുള്ളതാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണെന്നും അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചതും അൽ ബലാഗ് എന്ന പത്രം ആരംഭിച്ചത് ആരെന്നും ചോദിക്കാറുണ്ട്. അതും ആര് തന്നെയാണ്? അബുൽ കലാം ആസാദാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആസാദ് എന്ന തൂലികാനാമത്തിൽ എഴുതിയതിനാൽ ആ പേരിൽ പ്രസിദ്ധനായ നേതാവാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അബുൽ കലാം ആസാദാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആസാദ് എന്ന പേരിൽ അല്ലെങ്കിൽ തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ആര്? ഉത്തരമായിട്ട് വരേണ്ടത് അബുൽ കലാം ആസാദാണ്. ആസാദ് എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയിട്ടുള്ള സ്വതന്ത്ര സമര സേനാനി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അബുൽ കലാം ആസാദാണ്. അബുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട് 9ാമത്തെ ചോദ്യമാണ് നമ്മൾ പരിചയപ്പെട്ടത്. 9ാമത്തെ ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അബുൽ കലാം ആസാദിൻ്റെ തൂലികാനാമം ചോദിച്ചാൽ ആസാദാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്തരത്തിൽ ആസാദ് എന്ന തൂലികാനാമത്തിൽ എഴുതിയതിനാൽ, രചനകളൊക്കെ നടത്തിയതിനാൽ ആ പേരിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പ്രശസ്തനാവുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പൈഗാം എന്ന് പറയുന്ന ഒരു വാരികയുണ്ട്. ഇത് ആരാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അബുൽ കലാം ആസാദാണ്. 10ാമത്തെ ചോദ്യമാണ്. പൈഗാം എന്ന ഒരു വാരികയുണ്ട്. ഈ ഒരു വാരികയിലൂടെയാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ തൻ്റെ രാഷ്ട്രീയ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പൈഗാം എന്ന വാരിക ആരംഭിച്ച നേതാവായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അബുൽ കലാം ആസാദാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അബുൽ കലാം ആസാദാണ്. 1923 സെപ്റ്റംബറിൽ ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ 35ാം വയസ്സിലാണ് ഇദ്ദേഹം അധ്യക്ഷ പദവിയിലെത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അബുൽ കലാം ആസാദ് അധ്യക്ഷ പദവിയിലേക്ക് വരുന്ന 1923 സെപ്റ്റംബറിൽ ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിലാണ്. 35ാം വയസ്സിലാണ് അധ്യക്ഷ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ INCയുടെ അധ്യക്ഷനാരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അബുൽ കലാം ആസാദാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാലും അബുൽ കലാം ആസാദാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിൽ സോണിയാഗാന്ധിയാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതും ഇതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കണം. INCയിൽ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം അധികാര പദത്തിലുണ്ടായിരുന്ന വ്യക്തി ആര് സ്വാതന്ത്ര്യത്തിന് മുമ്പെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അബുൽ കലാം ആസാദാണ്. INCയുടെ അധ്യക്ഷ പദവിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എത്തിയതാരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അബുൽ കലാം ആസാദാണ്. ഒപ്പം നമ്മൾ പരിചയപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷ പദവം വഹിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും അബുൽ കലാം ആസാദാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അബുൽ കലാം ആസാദാണ്. 1953 കാലഘട്ടങ്ങളിൽ UGC ഒക്കെ നിലവിലിരുന്ന ആ ഒരു സമയത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അബുൽ കലാം ആസാദാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിൽ
ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി ആരെന്നൊരു ചോദ്യം ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? അബുൽ കലാം ആസാദ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് അബുൽ കലാം ആസാദ് എന്ന ഉത്തരം കിട്ടുന്ന കുറേ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇവിടെ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ നിയമിച്ച വിദ്യാഭ്യാസ മന്ത്രി ആരെന്നും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ നിയമിച്ച വിദ്യാഭ്യാസ മന്ത്രി ആരെന്നൊക്കെ ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? അബുൽ കലാം ആസാദ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അറിയേണ്ടത് ആരുടെ ആത്മകഥയാണ് ഹുമയൂൺ കബീർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതെന്ന് ചോദിച്ചാലും ഉത്തരം അബുൽ കലാം ആസാദ് ആണ്. അതായത് ഇന്ത്യൻ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത് അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ്. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് ഹുമയൂൺ കബീർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തിരിക്കണം. ഹുമയൂൺ കബീറാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമപ്പെടുത്തുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആരുടെ ആത്മകഥയാണ് ഹുമയൂൺ കബീർ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നാണ് അബുൽ കലാം ആസാദ്. അപ്പോൾ അബുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ആ ഒരു ഉത്തരം കിട്ടുന്ന ധാരാളം ചോദ്യങ്ങൾ പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും PSC പരീക്ഷയിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് കേരള നവോത്ഥാനം എന്ന് പറയുന്നത് പ്രിലിം എക്സാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അവിടെ PSC പരീക്ഷയിൽ എപ്പോഴും വരാറുള്ള ഒരു ഉത്തരമാണ് അയ്യങ്കാളി എന്ന് പറയുന്ന ഉത്തരം. അപ്പോൾ നവോത്ഥാന നായകനായ അയ്യങ്കാളി എന്ന ഉത്തരം കിട്ടുന്ന കുറേ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. ഒന്നാമത്തെ ചോദ്യം, വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരെന്നൊരു ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് വില്ലുവണ്ടി യാത്ര നടക്കുന്നത്. ഇനി കല്ലുമാല സമരം നയിച്ചതാരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളിയാണ്. രണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ, ഒന്ന് വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനാര്, രണ്ട് കല്ലുമാല സമരം നയിച്ച നവോത്ഥാന നായകനാര്, ഉത്തരം എന്താണ്? അയ്യങ്കാളിയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പ്രതിമയാണ് തിരുവനന്തപുരത്ത് കവടിയാറിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. തിരുവനന്തപുരം ജില്ലയിലെ കവടിയാറിൽ ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പ്രതിമയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ. വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനാര്, കല്ലുമാല സമരം നയിച്ചതാര്, കവടിയാറിൽ തിരുവനന്തപുരത്ത് കവടിയാറിൽ പ്രതിമ ആരുടെ പ്രതിമയാണ്, ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പ്രതിമയാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളിയുടേതാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതും ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സാധുജന പരിപാലന സംഘം, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളിയാണ്. വർഷവും അറിഞ്ഞിരിക്കണം, 1907 1907 കാലഘട്ടങ്ങളിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അയ്യങ്കാളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മഹാത്മാഗാന്ധി ആരെയാണ് പുലയ രാജാവെന്ന് വിശേഷിപ്പിച്ചത്? മഹാത്മാഗാന്ധി ആരെയാണ് പുലയ രാജാവെന്ന് വിശേഷിപ്പിച്ചതെന്ന ചോദ്യവും എപ്പോഴും ചോദിക്കും. ഉത്തരം എന്താണ്? അയ്യങ്കാളിയാണ്. ആരെയാണ് പുലയ രാജാവെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്? 1937 കാലഘട്ടങ്ങളിൽ തൻ്റെ അവസാനത്തെ സന്ദർശനം കേരളത്തിലേക്ക് അവസാനമായിട്ട് വരുന്ന സമയത്ത് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച എന്താണ്? ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുന്ന സന്ദർശനമായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഏറ്റവും അവസാനമായിട്ടുള്ള കേരള സന്ദർശനം 1937 കാലഘട്ടങ്ങളിൽ. അതായത് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മഹാത്മാഗാന്ധി ഏറ്റവും അവസാനമായിട്ട് കേരളം സന്ദർശിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വേളയിൽ അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നു. അങ്ങനെ അയ്യങ്കാളിയെ എന്തെന്ന് വിളിക്കുകയാണ്? പുലയ രാജാവ് എന്ന് വിശേഷിപ്പിക്കുകയാണ് മഹാത്മാഗാന്ധി. അപ്പോൾ മഹാത്മാഗാന്ധി പുലയ രാജ എന്ന് വിശേഷിപ്പിച്ച ആരാണെന്നൊരു ചോദ്യത്തിൻ്റെയും ഉത്തരം എന്ത് തന്നെയാണ്? അയ്യങ്കാളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കപ്പെട്ട ആദ്യത്തെ അധംസ്ഥിത സമുദായ അംഗമാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും അയ്യങ്കാളിയാണ്. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കപ്പെട്ട ആദ്യത്തെ അധംസ്ഥിത സമുദായ അംഗം ഏത്? ഉത്തരമായിട്ട് വരേണ്ടതും എന്ത് തന്നെയാണ്? അയ്യങ്കാളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം
ഏത് നവോത്ഥാന നായകൻ്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളി എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആറാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു. സംസ്ഥാനത്തെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം ഏത് നവോത്ഥാന നായകൻ്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? അയ്യങ്കാളിയുടെ ബഹുമാനാർത്ഥമാണ് അതിൻ്റെ ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന പേര് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പെരിനാട് സമരം 1915 കാലഘട്ടങ്ങളിൽ നയിച്ചതാരെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? അയ്യങ്കാളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കല്ലുമാല സമരം, പെരിനാട് സമരം 1915 നയിച്ചതാരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അയ്യങ്കാളിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിക്കുന്നത്. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളിയാണ്. ഏഴാമത്തെ ചോദ്യമായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നയിച്ചതാര്? എപ്പോഴും PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എട്ടാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ഇത് നയിച്ചതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അതിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് 9ാമതായിട്ടൊരു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് അയ്യങ്കാളി എന്ന ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിക്കാം. 1905 വെങ്ങാനൂരിലെ അവശ്യ സമുദായങ്ങൾക്കായി ഒരു കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചതാരെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളിയാണ്. അതിന് നിലത്തെഴുത്തുപള്ളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ 1905 വെങ്ങാനൂരിൽ അവശ്യ സമുദായങ്ങൾക്കായിട്ട് ഒരു കുടിപ്പള്ളിക്കുടം, അതിനെ നിലത്തെഴുത്തുപള്ളി എന്നും കൂടെ വിളിച്ചിരുന്നു. അത് സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാലും ഉത്തരം അയ്യങ്കാളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അയ്യങ്കാളി എന്ന നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട് PSCയിലൊക്കെ ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എന്താണ്? അയ്യങ്കാളി എന്നാണ് വരിക. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അരവിന്ദ് ഘോഷ്. അരവിന്ദ് ഘോഷ് എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. PSC പരീക്ഷയിൽ അരവിന്ദ് ഘോഷുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചതാരെന്നൊരു ചോദ്യം ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് ഘോഷാണ്. നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചിട്ടുള്ള ഈ പറയുന്ന വന്ദേ മാതരം അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ആരാണ് ചിട്ടപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അരവിന്ദ് ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഓഗസ്റ്റ് 15 ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്നൊരു ചോദ്യം നമ്മൾ അടുത്ത പരിചയപ്പെടുന്നു. ഉത്തരമായിട്ട് വരേണ്ടതും അരവിന്ദ് ഘോഷാണ്. ഓഗസ്റ്റ് 15 ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ് ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. അലിപ്പൂർ ഗുണ്ടാലോചന കേസിൽ 1908 കാലഘട്ടത്തിൽ ജയിലിലായ സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? അരവിന്ദ് ഘോഷാണ്. മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ചോദ്യം അതാണ്. അലിപ്പൂർ ഗുണ്ടാലോചന കേസിൽ 1908 ജയിലിലായ സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ് ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസം എന്ന് പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും അരവിന്ദ് ഘോഷാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസം എന്ന് പറഞ്ഞതാരാണ്? അരവിന്ദ് ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഓഗസ്റ്റ് 15 ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി, അലിപ്പൂർ ഗുണ്ടാലോചന കേസിൽ ജയിലിലായ സ്വാതന്ത്ര്യ സമര സേനാനി. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസം എന്നൊക്കെ പറഞ്ഞാരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അരവിന്ദ് ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ചെങ്കിലും കുതിര സവാരിക്കുള്ള പരീക്ഷയ്ക്ക് പോകാതെ ICS ഉപേക്ഷിച്ച ഭാരതീയനാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും അരവിന്ദ് ഘോഷാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ചെങ്കിലും കുതിര സവാരിക്കുള്ള പരീക്ഷയ്ക്ക് പോകാതെ ICS ഉപേക്ഷിച്ച ഭാരതീയനാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് ദ റെനൈസൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൃതി. നമ്മൾ പരിചയപ്പെടുന്നത് ആറാമത്തെ ചോദ്യമാണ്. ദ റെനൈസൻസ് ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ
അവിടെ ഉത്തരമായിട്ട് വരേണ്ടതും അരവിന്ദ് ഘോഷാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ദ റിനൈസൻസ് ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചതാരാണ്? അരവിന്ദ് ഘോഷാണെന്നതാണ് നമ്മുടെ 6ാമത്തെ ചോദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. ഇനി ഇംഗ്ലീഷിൽ കർമ്മയോഗി ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും അരവിന്ദ് ഘോഷാണ്. ഇംഗ്ലീഷിൽ കർമ്മയോഗി ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഉത്തരമായിട്ട് വരേണ്ടതും അരവിന്ദ് ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ബംഗാളിയിൽ ധർമ്മം എന്ന വാരിക ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്നൊക്കെ ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് ഘോഷാണ്. നമ്മളിവിടെ 8 ചോദ്യങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ കർമ്മയോഗി ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി, ബംഗാളിയിൽ ധർമ്മം എന്ന വാരിക ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? അരവിന്ദ് ഘോഷ് എന്നാണ് വരിക. അതുപോലെ തന്നെ 1914 ആര്യ എന്ന മാസിക തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് ഘോഷാണ്. ആര്യ എന്ന പേരിൽ മാസിക തുടങ്ങുന്നു 1914 കാലഘട്ടത്ത്. അതുപോലെ തന്നെ ധർമ്മം എന്ന ഒരു ബംഗാളി ഭാഷയിൽ ഒരു വാരിക, കർമ്മയോഗി എന്നത് ഇംഗ്ലീഷിൽ തുടക്കം കുറിച്ചു. ഇതൊക്കെ ആര് തന്നെയാണ്? അരവിന്ദ് ഘോഷാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി 1910 ഏപ്രിൽ 4-ന് ഫ്രഞ്ച് പ്രദേശമായ പോണ്ടിച്ചേരിയിലെത്തിയ സ്വതന്ത്ര സമര സേനാനി ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പോണ്ടിച്ചേരിയിലാണ് അദ്ദേഹം അരവിന്ദ് ആശ്രമം സ്ഥാപിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പോൾ 1950 ഡിസംബർ 5-ന് പോണ്ടിച്ചേരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? അരവിന്ദ് ഘോഷാണ്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത് പഠിക്കുക. 1910 ഏപ്രിൽ 4-ന് ഫ്രഞ്ച് പ്രദേശമായ പോണ്ടിച്ചേരിയിലെത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ് ഘോഷ്. ഈ പോണ്ടിച്ചേരിയിലാണ് അരവിന്ദ് ആശ്രമം സ്ഥാപിച്ചത്. 1950 ഡിസംബർ 5-ന് പോണ്ടിച്ചേരിയിൽ വെച്ച് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് ആര്? അരവിന്ദ് ഘോഷ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ദ റിനൈസൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് രചിച്ച ആരെന്ന് ചോദിച്ചാൽ അരവിന്ദ് ഘോഷാണ്. അതേപോലെ തന്നെ അദ്ദേഹം രചിച്ച മറ്റൊരു ബുക്കാണ് എസ്സേസ് ഓൺ ദ ഗീത എന്നത്. അദ്ദേഹം രചിച്ച മറ്റൊരു ബുക്കാണ് എസ്സേസ് ഓൺ ദ ഗീത എന്ന ബുക്ക്. അപ്പോൾ ഇത് റിനൈസൻസ് ഇൻ ഇന്ത്യ എന്ന ബുക്കും അതേപോലെ തന്നെ എസ്സേസ് ഓൺ ദ ഗീത എന്ന് പറയുന്ന ബുക്കും രചിച്ചത് ആര് തന്നെയാണ്? അരവിന്ദ് ഘോഷാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സാവിത്രി, ലൈഫ് ഡിവൈൻ എന്നിവയൊക്കെ രചിച്ചതും ആര് തന്നെയാണ്? അരവിന്ദ് ഘോഷാണ്. സാവിത്രി എന്ന രചന ആരുടെ ആണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് ഘോഷാണ്. അതുപോലെ തന്നെ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്നത് ആരുടെ രചനയാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് ഘോഷിൻ്റെതാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അരവിന്ദ് ഘോഷിൻ്റെ രചനകൾ നമ്മൾ പരിചയപ്പെട്ടു. സാവിത്രി, ലൈഫ് ഡിവൈൻ, എസ്സേസ് ഓൺ ദ ഗീത, ദ റെനൈസൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതൊക്കെ അരവിന്ദ് ഘോഷിൻ്റെ രചനയാണ്. ദ സീക്രട്ട് ഓഫ് ദ വേദ എന്ന് പറയുന്നതും അരവിന്ദ് ഘോഷിൻ്റെ ആണ്. എന്താണ്? ദ സീക്രറ്റ് ഓഫ് ദ വേദ, ദ സീക്രറ്റ് ഓഫ് ദ വേദ എന്ന് പറയുന്നതും ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് ഘോഷിൻ്റെ ആണ്. എസ്സേസ് ഓൺ ദ ഗീത, ദ സീക്രട്ട് ഓഫ് ദ വേദ, ദ റെനൈസൻസ് ഇൻ ഇന്ത്യ, സാവിത്രി, ലൈഫ് ഡിവൈൻ ഇതൊക്കെ ആരുടെ രചനയാണ്? അരവിന്ദ് ഘോഷിൻ്റെ രചനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മീര റിച്ചാർഡ് ആരുടെ ശിക്ഷയായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് ഘോഷിൻ്റെതാണെന്ന കാര്യം ഓർത്തിരിക്കണം. മീര റിച്ചാർഡ് ആരുടെ ശിക്ഷയാണ് എന്നൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം എന്ത് തന്നെയാണ്? അരവിന്ദ് ഘോഷ് എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതുപോലെ തന്നെ KM മുൻഷിയുടെ രാഷ്ട്രീയ ഗുരുവാരെന്ന് ചോദിക്കാറുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് ഘോഷാണ്. മീര റിച്ചാർഡ് ആരുടെ ശിക്ഷയാണെന്ന് ചോദിച്ചാൽ അരവിന്ദ് ഘോഷ്. KM മുൻഷിയുടെ രാഷ്ട്രീയ ഗുരുവാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും അരവിന്ദ് ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അലിപ്പൂർ ഗുണ്ടാലോചന കേസിൽ വാദിക്കാൻ CR ദാസ് ഹാജരായത് ആർക്കു വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ട അരവിന്ദ് ഘോഷാണ്. തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട കാര്യം തന്നെയാണ്. അലിപ്പൂർ ഗുണ്ടാലോചന കേസിൽ ജയിലിലായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? 1908 കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചാൽ അരവിന്ദ് ഘോഷാണ്. ഈ അരവിന്ദ് ഘോഷിനെ വാദിച്ച് അദ്ദേഹത്തെ ആ ഒരു ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയതാരാണ്? CR ദാസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. CR ദാസ് അല്ലെങ്കിൽ ചിത്തരഞ്ജൻ ദാസ് എന്നറിയപ്പെടുന്ന CR ദാസ് ആണ് അദ്ദേഹത്തെ ഈ ഒരു ഗുണ്ടാലോചന കേസിൽ വാദിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി സന്യാസിയായി മാറിയ വിപ്ലവകാരിയായ സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ആര് തന്നെയാണ്?
അരവിന്ദ് ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണ് അദ്ദേഹം അങ്ങോട്ട് വരുന്നത്, പോണ്ടിച്ചേരിയിലേക്ക് വരുന്നതും പോണ്ടിച്ചേരിയിൽ അരവിന്ദ് ആശ്രമം സ്ഥാപിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ആ പോണ്ടിച്ചേരി വെച്ചിട്ടാണ് 1950 ഡിസംബർ 5 ഇദ്ദേഹം അന്തരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഇപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് അരവിന്ദ് ഘോഷ് എന്ന ഉത്തരം കിട്ടുന്ന കുറേ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. PSC പരീക്ഷയിലൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള കുറേ ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. എല്ലാത്തിൻ്റെയും ഉത്തരം ഒന്നാണ് അരവിന്ദ് ഘോഷ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അലുമിനിയം എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന കുറച്ച് ചോദ്യങ്ങൾ, എപ്പോഴും PSCയിലൊക്കെ ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, ഏത് ലോകത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്? അതാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏത് ലോകത്തിൻ്റെ അയിരാണ് എന്നൊരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരാണ് ഇത് ബോക്സൈറ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ഓർത്തിരിക്കാൻ വളരെ സിമ്പിളാണ്. എന്താണ്? നീ അലംബോ എന്ന് ചോദിച്ചാൽ മതി. എന്താണ് നമ്മൾ പറയില്ല, നീ അലംബോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അലുമിനിയവും കിട്ടും ബോക്സൈറ്റും കിട്ടും. നീ അലംബാണോ എന്ന് പറയില്ല, അതുപോലെ നീ അലംബോ എന്ന് നമ്മൾ ഓർത്തിച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് പറയാം? അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം ഏത് ലോകത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് എന്നാണ്. ഉത്തരം എന്താണ്? അലുമിനിയമാണ്. ഇനി അലുമിനിയം ഉത്തരം കിട്ടുന്ന രണ്ടാമത്തെ ചോദ്യം പരിചയപ്പെടാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം അലുമിനിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലുമിനിയമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയം ആണെന്ന കാര്യം ഓർക്കുക. മൂന്നാമത്തെ ചോദ്യം PSC റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യം പരിചയപ്പെടാം. ഏത് ലോഹത്തിൻ്റെ ഓക്സൈഡാണ് കൊറണ്ടം? ഏത് ലോഹത്തിൻ്റെ ഓക്സൈഡാണ് കൊറണ്ടം എന്നതാണ് നമ്മൾ മൂന്നാമതായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഏത് ലോഹത്തിൻ്റെ ഓക്സൈഡാണ് കൊറണ്ടം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയം ലോഹത്തിൻ്റെ ഓക്സൈഡാണ് എന്ത്? കൊറണ്ടം എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഏത് ലോഹത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് നമ്മൾ പരിചയപ്പെട്ടു? അലുമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലുമിനിയമാണ്. ഏത് ലോഹത്തിൻ്റെ ഓക്സൈഡാണ് കൊറണ്ടം എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? അലുമിനിയമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഹാൻ ക്രിസ്റ്റ്യൻ ഓസ്റ്റർഡ് 1825 വേർതിരിച്ചെടുത്ത ലോഹം ഏതെന്ന് ചോദിച്ചാലും അലുമിനിയമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഹാൻ ക്രിസ്റ്റ്യൻ ഓസ്റ്റർഡ് 1825 കാലഘട്ടത്തിൽ വേർതിരിച്ചെടുത്ത ലോഹം ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അലുമിനിയമാണ്. പരിചയപ്പെടുന്ന നാലാം ചോദ്യം എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഹാൻ ക്രിസ്റ്റ്യൻ ഓസ്റ്റർഡ്, അദ്ദേഹം വേർതിരിച്ചെടുത്ത ലോഹമാണ് അലുമിനിയം. അതിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെ ഓക്സൈഡ് രൂപമാണ് ഇത് കൊറണ്ടം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഏത് മൂലകത്തിൻ്റെ അണുസംഖ്യയാണ്, അറ്റോമിക് നമ്പറാണ് 13 എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? അലുമിനിയമാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന അഞ്ചാമത്തെ ചോദ്യം, ഏത് മൂലകത്തിൻ്റെ അണുസംഖ്യയാണ് 13? ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ലോഹം ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയമാണ്. ക്രയോലൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന മൂലകം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും എന്താണ്? അലുമിനിയമാണ്. ഈ ക്രയോലൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന മൂലകം, പ്രധാന ലോഹം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇരുമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചാലും അലുമിനിയമാണ്. ഇരുമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചാലും അലുമിനിയമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ചോക്ലേറ്റ്, സിഗരറ്റ് തുടങ്ങിയവയുടെ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചാലും അലുമിനിയമാണ്. ചോക്ലേറ്റ്, സിഗരറ്റ് തുടങ്ങിയവയുടെ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ലോഹവും ഏതാണ്? അലുമിനിയമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അലുമിനിയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒന്നാണ്, നമ്മൾ പഠിച്ചു ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണെന്ന് പരിചയപ്പെട്ടു. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ അയിര് ഏത് ലോഹത്തിൻ്റെതാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയമാണ്. അലുമിനിയവുമായി ബന്ധപ്പെട്ട് ഭൗമോപരിതലത്തിൽ
ഏറ്റവും കൂടുതലുള്ള അയിര് ഏതിൻ്റെ ആണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയത്തിൻ്റെ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട പ്രധാനപ്പെട്ട അലുമിനിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അലുമിനിയത്തിൻ്റെ അയിര് പരിചയപ്പെട്ടു ബോക്സൈറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയമാണ്. അതുപോലെ തന്നെ ഏത് ലോഹത്തിൻ്റെ ഓക്സൈഡാണ് കൊറണ്ടം എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയമാണ്. ഹാൻ ക്രിസ്റ്റ്യൻ ഓസ്റ്റർഡ് അദ്ദേഹമാണ് 1825 ഈ പറയുന്ന അലുമിനിയത്തെ വേർതിരിച്ചെടുക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അലുമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ അണുസംഖ്യ ഓർത്തിരിക്കണം 13 അതുപോലെ തന്നെ ക്രയോലൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ലോഹം ചോദിച്ചാൽ അലുമിനിയമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇരുമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹവും ചോക്ലേറ്റ്, സിഗരറ്റ് തുടങ്ങിയവയുടെ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചാലും അലുമിനിയമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള അയിര് ഏത് ലോഹത്തിൻ്റെതാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് അലുമിനിയം എന്ന ഉത്തരം കിട്ടുന്ന കുറേ ചോദ്യങ്ങൾ, PSCയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തിയത്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ അടുത്തൊരു ഉത്തരം പരിചയപ്പെടാൻ പോകുന്നത് ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ഐസക് ന്യൂട്ടൺ എന്ന ഉത്തരം വരാറുള്ള കുറേ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലാദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഭൂഗുരുത്വ ബലം കണ്ടുപിടിച്ചത് ആര് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഐസക് ന്യൂട്ടനാണ്. ഭൂഗുരുത്വ ബലം കണ്ടുപിടിച്ചത് ആര് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഐസക് ന്യൂട്ടനാണ്. രണ്ടാമതായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് സൂര്യപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചതും ഐസക് ന്യൂട്ടനാണ്. സൂര്യപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങളുണ്ട്, അത് കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടനാണ്. മൂന്നാമതായിട്ട് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഐസക് ന്യൂട്ടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒന്ന് ഭൂഗുരുത്വ ബലം കണ്ടുപിടിച്ചതാര്, സൂര്യപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചതാര്, പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്നൊക്കെ ചോദിച്ചാൽ ഐസക് ന്യൂട്ടനാണ്. മറ്റൊന്നാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതാര് എന്നൊരു ചോദ്യം ചോദിക്കാം, ഉത്തരമായിട്ട് വരേണ്ടതും ഐസക് ന്യൂട്ടനാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതാരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഐസക് ന്യൂട്ടനാണ്. മൊത്തം 3 ചലന നിയമങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ ചലന നിയമമാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടെന്നതാണ് മൂന്നാമത്തെ ചലന നിയമം. അപ്പോൾ ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടെന്ന് കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഐസക് ന്യൂട്ടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതി, അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നത്. അദ്ദേഹം രചിച്ചിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇത്. അപ്പോൾ ഈ ഒരു പുസ്തകം രചിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടനാണ്. അതേപോലെ തന്നെ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഐസക് ന്യൂട്ടനാണ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ ഒപ്റ്റിക്സ്, ഈ 2 പുസ്തകങ്ങളും രചിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരമായിട്ട് വരേണ്ടതും ഐസക് ന്യൂട്ടനാണ്. ഭൂഗുരുത്വ ബലം കണ്ടുപിടിച്ചതാരെന്നും സൂര്യപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചതാരെന്നും അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം കണ്ടുപിടിച്ചതാരെന്നും ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതാരെന്നും ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് ഐസക് ന്യൂട്ടനാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നു ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഐസക് ന്യൂട്ടനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഐസക് ന്യൂട്ടനാണ് എന്തും കണ്ടുപിടിച്ചത്? ജഡത്വ നിയമം കണ്ടുപിടിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ജഡത്വ നിയമം കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഐസക് ന്യൂട്ടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട പുസ്തകം ഓർത്തിരിക്കണം, പ്രിൻസിപ്പ മാത്തമാറ്റിക്ക, അതുപോലെ തന്നെ ഒപ്റ്റിക്സ്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്, ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നൊരു ചോദ്യം PSC ചോദിക്കാറുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് ഏത് തന്നെയാണ്? ഐസക് ന്യൂട്ടനാണ്. ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരമായിട്ട് വരേണ്ടത് ഐസക് ന്യൂട്ടനാണ്. ജൂലിയൻ കലണ്ടർ പ്രകാരമാണ് 1642 ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ആരാണ്? ഐസക് ന്യൂട്ടൻ. സിമ്പിളായിട്ട് PSC ചോദിക്കുന്നത് ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നൊരു ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ഐസക് ന്യൂട്ടനാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി
രാഷ്ട്രത്തിൻ്റെ ആദരത്തോടെ ശവമടക്കപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണെന്ന് വെച്ചാലും ഐസക് ന്യൂട്ടനാണ്. രാഷ്ട്രത്തിൻ്റെ ആദരത്തോടെ ശവമടക്കപ്പെട്ട ആദ്യത്തെ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ് ഐസക് ന്യൂട്ടനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഏതു ശാസ്ത്രജ്ഞൻ്റെ ശവകുടീരത്തിന് സമീപമാണ് ചാൾസ് ഡാർവിൻ അന്ത്യവിശ്രമം കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഐസക് ന്യൂട്ടൻ. ഏതു ശാസ്ത്രജ്ഞൻ്റെ ശവകുടീരത്തിന് സമീപമാണ് ചാൾസ് ഡാർവിൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഐസക് ന്യൂട്ടനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ചാൾസ് ഡാർവിൻ ഏത് ശാസ്ത്രജ്ഞൻ്റെ ശവകുടീരത്തിന് സമീപത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നതെന്ന് വെച്ചാൽ ഐസക് ന്യൂട്ടൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കാൽക്കുലസിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ്? ഐസക് ന്യൂട്ടനെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് കാൽക്കുലസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? കാൽക്കുലസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഐസക് ന്യൂട്ടനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീന് മുമ്പ് ജീവിച്ചിരുന്ന ഏറ്റവും മഹാനായ ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റുള്ളവരെക്കാൾ അകലത്തിൽ ഞാൻ കണ്ടു എങ്കിൽ അതിൻ്റെ കാരണം ഞാൻ ഭീമാകാരന്മാരായ എൻ്റെ മുൻഗാമികളുടെ തോളിൽ നിൽക്കുകയാണെന്നുള്ളതാണ് എന്ന് പറഞ്ഞതാരാണ്? ഐസക് ന്യൂട്ടനാണ്. മറ്റുള്ളവരെക്കാൾ അകലത്തിൽ ഞാൻ കണ്ടു എങ്കിൽ അതിൻ്റെ കാരണം ഞാൻ ഭീമാകാരന്മാരായ എൻ്റെ മുൻഗാമികളുടെ തോളിൽ നിൽക്കുകയാണെന്നുള്ളതാണെന്ന് പറഞ്ഞതാരാണ്? ഐസക് ന്യൂട്ടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബലത്തിൻ്റെ യൂണിറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂട്ടൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബലത്തിൻ്റെ യൂണിറ്റ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂട്ടൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്നാണ്, കടപ്പുറത്ത് കളിക്കുന്ന വെറുമൊരു കുട്ടി മാത്രമാണ് ഞാൻ. സത്യത്തിൽ വിശാലമായ കടൽ കണ്ടെത്തപ്പെടാതെ എനിക്ക് മുന്നിൽ കിടക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? ഐസക് ന്യൂട്ടനാണ്. രണ്ട് പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഒന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നു, കടപ്പുറത്ത് കളിക്കുന്ന വെറുമൊരു കുട്ടി മാത്രമാണ് ഞാൻ. സത്യത്തിൽ വിശാലമായ കടൽ കണ്ടെത്തപ്പെടാതെ എനിക്ക് മുന്നിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ ആരാണ്? ഐസക് ന്യൂട്ടൻ. മറ്റൊന്ന് നമ്മൾ പരിചയപ്പെട്ടത്, മറ്റുള്ളവരെക്കാൾ അകലത്തിൽ ഞാൻ കണ്ടു എങ്കിൽ അതിൻ്റെ കാരണം ഞാൻ ഭീമാകാരന്മാരായ എൻ്റെ മുൻഗാമികളുടെ തോളിൽ നിൽക്കുകയാണെന്നുള്ളതാണെന്ന് പറഞ്ഞതും ഐസക് ന്യൂട്ടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഗലീലിയോ അന്തരിച്ച അതേ വർഷത്തിൽ ജനിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഐസക് ന്യൂട്ടനാണ്. നേരത്തെ പരിചയപ്പെട്ടു ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഐസക് ന്യൂട്ടനാണ്. ഒപ്പം ഇവിടെ പരിചയപ്പെടുന്നു ഗലീലിയോ അന്തരിച്ച അതേ വർഷത്തിൽ ജനിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മളിവിടെ ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ ചോദ്യങ്ങളൊക്കെ PSC പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഉത്തരങ്ങൾ പരിചയപ്പെട്ടു. ഓരോ ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.